റബീഉൽ അവ്വലാവുമ്പോൾ ലോകമെമ്പാടും നബിദിനം ആഘോഷിക്കുന്നുണ്ടല്ലോ. ആ സമയത്ത് ചുരുങ്ങിയ ചില ആളുകൾ ആ സമയത്ത് ആളുകളെ കൺഫ്യൂഷനാക്കാനും അതുപോലെ ബിദ്അത്ത് പോലെയുള്ള ഒരുപാട് വാദങ്ങളായിട്ട് രംഗത്ത് വരുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ ഈ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഈ നബിദിനം ആഘോഷിക്കാം, അതിന് തെറ്റില്ല എന്നെങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ മനസ്സിലാക്കുക? നബിദിനാഘോഷം അനുവദനീയമാണ്, ഒരു മുസ്ലിമിനത് പാലിക്കാവുന്നതാണ് എന്ന് ഒരു സാധാരണക്കാരന് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് വിഷയം. ഇത് കാര്യം വളരെ എളുപ്പമാണ്. ശരിക്കും നബിദിനാഘോഷം എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനം. ഇത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന വലിയ അനുഗ്രഹം, ഏറ്റവും വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടിയതിന് നന്ദി പ്രകടിപ്പിക്കുക. അപ്പൊ അനുഗ്രഹത്തിന് നന്ദി ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹപ്രകടനം നടത്തുക. ഇത് രണ്ടുമാണ് ശരിക്കും നബിദിനത്തിൽ അടങ്ങിയ സത്ത, അതിന്റെ കഴമ്പ്. ഇത് രണ്ടും ഇസ്ലാം അനുവദിച്ചതാണ്. അപ്പൊ സ്നേഹപ്രകടനത്തിന് ഒരു പ്രത്യേക ഒരു രീതി ഇങ്ങനെയേ പറ്റൂ എന്ന് നബിസ്വലാസങ്ങൾ പഠിപ്പിച്ചില്ല. അത് സൗകര്യം പോലെ ആവാം. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ട് സംഭവം പറയാം. ഉമർ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ ഭാഗത്തുനിന്ന് കുത്തേറ്റ് അവര് വഫാത്തിനോട് അടുത്തപ്പോ മരണം മുന്നിൽ കാണുന്ന സമയത്ത് ആ സമയത്ത് എടുത്തൊരു തീരുമാനം നമ്മളെല്ലാവർക്കും അറിയാം. നബിസ്വലാസങ്ങളെ ഖബറിന്റെ അടുക്കൽ എന്റെ ഖബറാവണം. അപ്പൊ അതിനെന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിച്ചു. അപ്പൊ ആ സ്ഥലം അവിടെ അവകാശപ്പെട്ടത് ആയിഷ റളിയല്ലാഹുവിനേക്കാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ആളെ വിട്ട് അവിടെ ഖബറാവാനുള്ള പെർമിഷൻ വാങ്ങി ആയിഷ റളിയല്ലാഹുവിനെ സമ്മതിച്ചു. എന്നിട്ട് അവിടെ നബിസ്വലാസങ്ങളെ തൊട്ടടുത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അതിന്റെ തൊട്ടടുത്ത് മഹാനവറുകൾ അന്ത്യം ഉറങ്ങണം. ഇതൊരു സ്നേഹപ്രകടനത്തിന്റെ രീതിയാണ്. ഇത് നബിസ്വലാസങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉമറെ അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യനോട് നബിസ്വലാസങ്ങൾ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറിന്റെ അടുത്ത് ഖബർ വരാൻ നിങ്ങൾ ആഗ്രഹിക്കണം, അങ്ങനെ ഖബറാക്കണം എന്ന് നബിസ്വലാസങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അങ്ങനെ ഒരു സംഗതി ചെയ്തു. ഇവിടത്തെ സുന്നത്തും ബിദ്അത്തും ഏറ്റവും അധികം പഠിച്ച സ്വഹാബിയാണ് ഉമർ റളിയല്ലാഹു. ഈ ആഗ്രഹം ആയിഷ റളിയല്ലാഹു അൻഹ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. മഹദി അതിൽ ബിദ്അത്ത് കണ്ടിട്ടില്ല. അപ്പൊ അതൊരു സ്നേഹപ്രകടനത്തിന്റെ വേറൊരു വേർഷൻ ആണത്. അതങ്ങനെ കണ്ടാൽ മതി. അപ്പൊ സ്നേഹപ്രകടനം ഏതിലും ആവാം. അതേപോലെ തന്നെ നീ നബിസ്വലാസങ്ങൾ വളു എടുത്താല് കാതു യഖ്തതിലൂന അലാ വളുഇഹി, ആ വളു എടുത്തിട്ട് ശരീരത്തിന് ഉറ്റി വീഴുന്ന വെള്ളം അത് കിട്ടാൻ വേണ്ടി സ്വഹാബത്ത് തിക്കും തിരക്കും കൂട്ടുമായിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. അപ്പൊ ഞാൻ വളു എടുത്താല് നിങ്ങൾ തിക്കും തിരക്കും കൂട്ടി എന്റെ വെള്ളം മേലിന്ന് വരുന്ന വെള്ളം എടുക്കണം, ശേഖരിക്കണം, എന്നിട്ട് അത് ശരീരത്തിലൊക്കെ സ്വഹാബത്ത് പുരട്ടും. ഇങ്ങനെ ചെയ്യണം എന്ന് നബിസ്വലാസങ്ങൾ പഠിപ്പിച്ച ഹദീസ് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ സ്വഹാബത്ത് ചെയ്യുമ്പോൾ നബിസ്വലാസങ്ങൾ എതിർക്കാറില്ല. അപ്പൊ അതൊക്കെ ഒരു സ്നേഹപ്രകടനത്തിന്റെ, ഒരു ആദരവിന്റെ ഒക്കെ ഒരു പ്രത്യേക ശൈലിയാണ്. രണ്ടാമത്തെ ഒരു പാർട്ട്, നബിസ്വലാസങ്ങൾ എന്ന അനുഗ്രഹം കിട്ടിയതിന് നന്ദി ചെയ്യുക എന്നുള്ളതാണ്. ഏതനുഗ്രഹത്തിനും നന്ദി ചെയ്യാം. ഇപ്പോ ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടി. അപ്പൊ അയാൾ ആ ജോലി കിട്ടി എന്നുള്ള വിവരം അയാൾക്കൊരു ഫോൺ കോളിലൂടെയാണ് വന്നത്. അത് കേട്ട ഉടനെ അയാൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് 2 തവണ പറഞ്ഞു. അന്നേരം അപ്പുറത്തൊരു ചങ്ങാതി നിൽക്കുന്നുണ്ടായിരുന്നു. ഓൻ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജോലി കിട്ടിയപ്പോ അൽഹംദുലില്ലാ എന്ന് 2 തവണ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നതിന് പ്രസക്തിയില്ല. അപ്പോ ഇനി അതല്ല, ഇനി അൽഹംദുലില്ലാ എന്ന് പറയാൻ ഇസ്ലാം പൊതുവെ പ്രോത്സാഹിപ്പിച്ച് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ 2 തവണ പറയാന്നുള്ളത് അങ്ങനെ സംഭവം ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരാൾക്ക് 2 പറയാം, 3 പറയാം, 4 പറയാം. എന്ന പോലെ സ്നേഹപ്രകടനം ഇസ്ലാം വിലക്കാത്ത ഏത് രീതിയിലും ചെയ്യാം. അതിന്റെ ഒരു രീതി മാത്രമാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. അതേപോലെ തന്നെ പല രീതിയിലുണ്ട്. ഇപ്പൊ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ മദീനയിലൂടെ നടക്കുമ്പോ വാഹനപ്പുറത്ത് സഞ്ചരിക്കാറില്ല. മദീനയില് വാഹനപ്പുറത്ത് സഞ്ചരിക്കൂല. കാരണം വിശ്വാസങ്ങൾ സഞ്ചരിച്ച ഭൂമിയിലൂടെ അതൊരു ബഹുമാനക്കേടായിട്ട് അതൊരു സ്നേഹത്തിന്റെ പ്രകടനത്തിന് മറ്റൊരു ഭാഗമാണ്. ഇമാം ഖാലി ഇയാദ് റഹിമഹുല്ല ഷിഫയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഷിഫയിൽ മറ്റൊരു സംഭവം കൂടി പറയുന്നുണ്ട്. സ്വഹാബിയായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖുതുബ ഓതാൻ വേണ്ടി കയറി ഇരുന്ന മിമ്പറിൽ നബി സ്വല്ലല്ലാഹു ഇരുന്ന സ്ഥലത്ത് കൈ മുത്തുമായിരുന്നു. ഇത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഒരു സ്നേഹ പ്രകടനായിരുന്നു. അപ്പോ സ്നേഹപ്രകടനത്തിന് വ്യത്യസ്ത രീതികളുണ്ട്. ഇതേപോലെ നമ്മൾ ചെയ്യുന്ന രീതിയാണ്. ഇന്നിപ്പോ നമുക്ക് വിശ്വാസങ്ങൾ ആ രീതിയിൽ കിട്ടുന്നില്ല. അപ്പൊ നമ്മളെ സ്നേഹം പ്രകടിപ്പിക്കാൻ പല സംഗതി നമ്മൾ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു രീതിയാണ് ആ ജനിച്ച ദിവസം വരുമ്പോ അവിടുത്തെ മദഹുകളൊക്കെ പറഞ്ഞ്
അവിടുത്തെ പുകഴ്ത്തി പാടിപ്പറഞ്ഞ് ചെറിയ കുട്ടികളെ കൊണ്ടൊക്കെ അവിടുത്തെ മതം പറയിപ്പിച്ച് പിന്നെ മോമിനിങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത് ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയാണ്. അത് ഇസ്ലാമിൽ യാതൊരു വിലക്കും ഇല്ല.